എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രേണു സുധിയാണ്. രേണു സുധി ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് ഡെയിലി നിരന്തരം കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണല്ലോ, സുധിക്ക് കിട്ടിയ ട്രോഫികളും പുരസ്കാരങ്ങളും എല്ലാം കൂടെ എടുത്ത് കട്ടിലിന് കീഴെ കൊണ്ട് വെച്ചാണ് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ രേണുവിന് കിട്ടിയ ട്രോഫിയൊക്കെ രേണു എവിടെ സൂക്ഷിച്ചു വെച്ചു? നല്ല രീതിയിൽ മേശപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രേണു പറയുന്ന ഒരു കാര്യം, ഋതപ്പൻ എടുക്കുന്നത് കൊണ്ട് ഞാൻ അതെല്ലാം കൂടെ കട്ടിലെ കീഴെ കൊണ്ട് വെച്ചു, പിള്ളേരെടുത്ത് കളയും എന്നാണ് രേണു പറയുന്നത്. അതുപോലെ തന്നെ രേണു പറയുന്നത്, തനിക്ക് രേണുവിന് കിട്ടിയ ട്രോഫികളെല്ലാം കൂടെ രേണു എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ എടുത്ത് മേശപ്പുറത്ത് വെക്കുമെന്ന്. ഇത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇത് പറയുന്നത് ഫുൾ കള്ളത്തരമാണ്. കാരണം നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ കൊച്ചെടുക്കുമെന്ന് പറഞ്ഞ് ആരെങ്കിലും കട്ടിലെ കീഴെ കൊണ്ട് വെക്കുമോ? ഏറ്റവും എളുപ്പമാണ് കട്ടിലെ കീഴെ കയറി കൊച്ചിനടുത്ത് അത് നശിപ്പിച്ച് കളയുവാൻ. പക്ഷെ അത് രേണു പറഞ്ഞ ഭയങ്കര തെറ്റായിപ്പോയി. അത് ഒരു ഉഡായിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ലൊരു വീട് തന്നു, അതിനകത്ത് കുറെ സാധനങ്ങൾ എല്ലാവരും സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ട്രോഫിയും ഈ പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ നല്ല ഒരു എന്തെങ്കിലും ഒരു ഇതുപോലെ നമുക്ക് എന്തെല്ലാം കബോർഡ് ഇന്നത്തെ കാലഘട്ടത്തിൽ മേടിക്കാൻ കിട്ടും. വലിയ വിലയൊന്നും ആകത്തില്ല. ശരി, ഒരു കബോർഡ് മേടിച്ച് നമ്മൾ അതിന് മേലെ സെറ്റ് ചെയ്ത് വെച്ചേനെ. നിങ്ങൾ അതിന് വാല്യൂ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളത് കട്ടിലെ കീഴെ തട്ടിയിട്ടതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ വീടിനെ കുറിച്ച് ഇപ്പം പ്രേക്ഷകർക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എങ്കിൽ കൂടി തന്നെ പലരുടെയും കഷ്ടപ്പാടിന്റെയും ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയ വീടൊക്കെ. ഇതുപോലത്തെ ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അവർക്കാർക്കും ഇതുപോലൊരു വീടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ വീടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വീടിനെ റെസ്പെക്ട് ചെയ്യാതെ, അത് കൊടുത്ത ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ആ വീടിനകത്ത് ആൾക്കാർ എഴുതിയിട്ടുണ്ടല്ലോ, അതിനകത്ത് മൊത്തം അഴുക്കായി കിടക്കുന്നു, നിങ്ങളത് വേണ്ട രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുന്നില്ലെന്ന്. അപ്പം നിങ്ങൾക്ക് വീട് വെച്ച് തന്ന ആൾക്കാരോട് നിങ്ങൾ ചെയ്യുന്ന ഒരു പറ്റിപ്പല്ലേ അതൊക്കെ, അല്ലേ? അവരെ നിങ്ങൾക്ക് എന്തെങ്കിലും അവരോട് റെസ്പെക്ട് ഉണ്ടോ? അതായത് ഇതൊക്കെ കഷ്ടപ്പാടിന്റെ വിലയാണ് നിങ്ങൾ മനസ്സിലാക്കുക. കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വീട് വെച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ വില എന്താണെന്ന് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ ഈ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ജീവിതകാലം മൊത്തം വില കൽപ്പിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾ മനസ്സിലാക്കുക. പ്രേക്ഷകരായ ഞങ്ങൾ തരുന്നുണ്ടല്ലോ അതിന് വില, നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമുക്കൊരു കാര്യം, നമുക്കിപ്പോ കബോർഡ് ഒന്നും ഇല്ല, നമ്മുടെ വീട്ടിൽ ഒരു അലമാരിയില്ലേ, ആ അലമാരിക്കകത്ത് എവിടെയെങ്കിലും ഒന്ന് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അടുക്കി നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ കൊച്ചുങ്ങൾ ആരും എടുക്കാൻ വരത്തില്ല. പക്ഷെ നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല രേണുവിനെ ഇത്രയും നാൾ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വിഷമമായി പോയി. എനിക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ നിങ്ങളുടെ വീടിനെ കുറിച്ചോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ജനറലായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു കാണുന്ന കാര്യങ്ങൾ ജനങ്ങളായിട്ട് പ്രതികരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനിയും വന്ന് എന്ത് ഉടായ്പ പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചുവിന്റെ വീഡിയോയിലൂടെയാണ് ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയത്. കിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു നിങ്ങൾ മനസ്സിലാക്കുക. കിച്ചുവിനെ വിഷമം ഉള്ളത് കൊണ്ടായിരിക്കും മനസ്സിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കിച്ചു ഇതൊക്കെ എടുത്തിടുന്നു? കിച്ചുവിന് അറിയാം, കിച്ചു 21 വയസ്സുള്ള കുട്ടിയല്ലേ, കിച്ചുവിനെ അറിയാം. അല്ലെ കിച്ചു ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും രേണുവിനെ ജനങ്ങൾ കുറ്റം പറയുമെന്ന് കിച്ചുവിന് അറിയത്തില്ലേ? അത്രയും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അപ്പോൾ കിച്ചു ഇത് ഇട്ടതിന്റെ ഉദ്ദേശം എന്തോ ഉണ്ട്. അതായത് തൻ്റെ അച്ഛനോട് ഇവർ കാണിക്കുന്ന ഒരു നീരസം, തൻ്റെ അച്ഛൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വല്ലയിടത്തും ഇട്ടേക്കുന്നു. അതുപോലെ തന്നെ കിച്ചു കയറി വന്നപ്പോഴേക്ക് എന്തുകൊണ്ട് ഋതപ്പൻ അച്ഛൻ്റെ ട്രോഫിയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ടിൻ്റെ കീഴെ കൊണ്ട് കാണിക്കുന്നു. കൊച്ചു കുട്ടി അത് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആർക്കായാലും ഋതപ്പൻ അങ്ങനെ കാണിച്ചപ്പോൾ കിച്ചുവിന് തീർച്ചയായിട്ടും വിഷമം തോന്നിക്കാണും. അതുകൊണ്ട് തന്നെയായിരിക്കും കിച്ചു അത് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്തത്. ആ വീട് അല്ലെങ്കിൽ കിച്ചുവിന് കട്ട് ചെയ്ത് കളയാമായിരുന്നല്ലോ. അപ്പോൾ രേണു ഇനി എന്തൊക്കെ ന്യായീകരിക്കാൻ പറഞ്ഞാലും ഈ കാണിച്ചത് ഒരിക്കലും ശരിയായിട്ടില്ല. നമുക്ക് നമ്മുടെ വീടിനകത്ത് എവിടെയല്ല ഏതെങ്കിലും ഒരു 2000 രൂപ കൊടുത്ത് ഇന്നത്തെ കാലത്ത് ചെറിയൊരു കബോർഡ് കിട്ടും. കൊച്ചെടുക്കാത്ത രീതി നമുക്ക് എവിടെയെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് മാറ്റിവെക്കാം. അല്ലെങ്കിൽ നമ്മുടെ തുണി വെക്കുന്ന അലമാരിക്കകത്ത് നമുക്ക് ഭദ്രമായിട്ട് ഏതെങ്കിലും ഒരു അറയ്ക്കകത്ത് സൂക്ഷിച്ചു വെക്കാം. അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ആർക്കും പറ്റത്തില്ല. ഇത് ചെയ്തത് ശരിയായില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ രേണു ഇനിയും ഈ പറയുന്ന തെറ്റുകളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുള്ള സ്നേഹം കൊണ്ട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത്, മനസ്സിലായോ? അത് നിങ്ങളുടെ സ്നേഹം ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ജീവിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ശ്രുതിയെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ നല്ലൊരു കലാകാരന്റെ ഭാര്യയാണ്.
അതുപോലെ എല്ലാ ഭാഗ്യമൊന്നും ആർക്കും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങളിനി എന്തൊക്കെ കിടന്ന് സോഷ്യൽ മീഡിയ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇതൊന്നും ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. കാരണം നിങ്ങൾ പറയുന്ന മൊത്തം കള്ളത്തരമാണെന്നും ഉടായിപ്പാണെന്നും എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഇനി ഇതുപോലെ ഉടായിപ്പുകളായിട്ടൊന്നും വരാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സുധി എന്ന് പറഞ്ഞ കലാകാരനെ ഈ കേരളത്തിലുള്ള എല്ലാ മലയാളികളും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ റെസ്പെക്ട് ചെയ്തതിലും ജനങ്ങൾ റെസ്പെക്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ജനങ്ങൾ വന്ന് പ്രതികരിക്കുന്നത്. അറിയോ, ഒരു സാധാരണ ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് ഇത്ര ഇഷ്ടവും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുമില്ല. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ ഉടായ്പകളൊന്നും ഇനി കാണിക്കല്ലേ. കാരണം ഇതൊന്നും ജനങ്ങൾക്ക് അത്ര ഇഷ്ടമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും വേണ്ട. കാരണം സുധി എന്ന് പറഞ്ഞ കലാകാരൻ വർഷങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നേടിയ പുരസ്കാരങ്ങളൊക്കെ വെറും കച്ചട പോലെ കട്ടിന്റെ അടിയിൽ തട്ടിയിടാനുള്ളതല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക.